Hello, my dear young friends. A hearty good morning to one and all. So, we are with part 3 or class 3 of module 1, introducing literature, dealing with the poetic section. And we have been through this 3 or 4 figures of speech, that is simile, metaphor, and then we moved on to personification and then to hyperbole. We had seen few examples regarding all these figures of speech in the last class. I hope you had done the homework. It was just a kind of practice, okay, not at all a homework. So let's go through that those poems which you had already done as the homework. Okay, everyone sang. The poem by Siegfried Sassoon. Siegfried Sassoonൻ്റെ എവ്രി വൺ സാങ് എന്നുള്ളൊരു പോമാണ് നമ്മൾ നോക്കിയത്. അതിലേതൊക്കെ സിമിലീസ് വരുന്നുണ്ടോ, മെറ്റഫേഴ്സ് വരുന്നുണ്ടോ, എന്തെങ്കിലും സിമ്പിൾസ് വരുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്തത്. ഓക്കെ, നമ്മൾ കണ്ടിരുന്ന ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് സിമിലിയും മെറ്റഫറുമാണ്. അപ്പോൾ ആ സിമിലിയും മെറ്റഫറും പിന്നെ സിമ്പിൾസും. Symbols, we had seen that symbol means metaphor itself. If more readers recognize their connotation, then it is considered as a symbol. അതായത് ഇപ്പോൾ ഒരു കവിത വായിക്കുമ്പോൾ ആ ഒരു കവിതയിൽ മാത്രമല്ലാതെ എല്ലാ കവിതകളിലും ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള സാധനത്തെ എല്ലാവരും ഒരേ രീതിയിൽ അതിന് ഒരു കൊണോട്ടേറ്റീവ് മീനിങ് കൊടുക്കുകയാണെങ്കിൽ, അതായത് ഡവിനെ കാണുമ്പോൾ, വൈറ്റ് കളറിൽ ഡവിനെ കാണുമ്പോഴത്തേക്കും ആ ഒരു കവിതയിൽ മാത്രമല്ലാതെ ഏതൊരു കവിതയിലും ഏതൊരു സ്ഥലത്തും ഏതൊരു ചിത്രത്തിലും ആ ഒരു വൈറ്റ് കളറിലെ ആ ഒരു പക്ഷിയെ കാണുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒരു വൈറ്റ് കളറ് കാണുമ്പോഴത്തേക്കും വെൻ ഇറ്റ് സിഗ്നിഫൈസ് സംതിങ് റിലേറ്റഡ് ടു പീസ്, അത് സിമ്പിളായിട്ട് മാറി, അത് പിന്നെ ഒരു അടയാളമായിട്ട് മാറി. അതുപോലെ തന്നെയാണ് റോസ് എന്നുള്ള ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവർ. ദർ ആർ a lot of flowers which has got a beautiful fragrance, enchanting fragrance and all that. Still we consider this flower with its subtlety as the symbol of love. വളരെ സട്ടിലായിട്ടുള്ള ഫ്രേഗ്രൻസ് ഉള്ള, വളരെ ജെൻറ്റിലായിട്ടുള്ള ആ ഒരു ഗ്രേസ് ഉൾക്കൊള്ളുന്ന ആ ഒരു എലഗൻസിയൊക്കെയുള്ള ആ ഒരു ഫ്ലവറിനെ നമ്മൾ ലവിൻ്റെ സിമ്പിളായിട്ട് മാറ്റിയത് ഒരുപാട് റീഡേഴ്സ് അതിനെ അങ്ങനെ റീഡ് ചെയ്തുകൊണ്ടാണ്. അതല്ലാതെ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള കവിതയിൽ മാത്രം റോസ് എന്ന് പറഞ്ഞപ്പോൾ, ഇപ്പം മൈ ലവ് ഇസ് ലൈക്ക് റെഡ് റോസ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവിടെ അങ്ങനെ ആ ഒരു വായനയിൽ മാത്രമല്ല, എല്ലാ കവിതകളിലും റോസ് എന്ന് പറയുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ഏതൊരു ഡിസ്കോഴ്സിലാണെങ്കിലും, വെദർ ഇറ്റ് ഈസ് പോയട്രി ഓർ പിക്ചർ or if it is a film, in any popular culture or novels, എല്ലായിടത്തും ഈ ഒരു റോസ് എന്ന് പറയുന്നത് പ്രണയത്തിൻ്റെ ഒരു അടയാളമായിട്ട് മാറി. സോ മെറ്റഫർ ആണത് ബേസിക്കലി, ബട്ട് when more and more readers interpret its connotative level in one particular way, then it will turn into a kind of symbol. Okay, അപ്പോൾ അങ്ങനെ നമ്മൾ സിമ്പിൾസ് കണ്ടു. അപ്പോൾ ഇവിടെ ഈ ഒരു കവിതയിൽ എവ്രി വൺ സാങ് എന്ന് പറയുന്ന ഈ ഒരു പോയത്തിൽ എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെ എലമെൻറ്റ്സ് ആണ്, എന്തൊക്കെ ഫിഗേഴ്സ് ഓഫ് സ്പീച്ചാണ് വന്നിട്ടുള്ളതെന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോയത്. ഐ വിൽ ജസ്റ്റ് റീഡ് ദിസ് പോയം വൺസ് അഗെയിൻ. എവ്രി വൺ സഡൻലി ബർസ്റ്റ് ഔട്ട് സിംഗിങ് ആൻഡ് ഐ വാസ് ഫിൽഡ് വിത്ത് സച്ച് ഡിലൈറ്റ് ആസ് prison birds must find in freedom, winging wildly across the white orchards and dark green fields, on and out of sight. Everyone's voice was suddenly lifted, and beauty came like the setting sun. My heart was shaken with tears, and horror drifted away. Oh, but everyone was a bird, and the song was wordless. The singing will never be done. So this poem by Siegfried Sassoon. Sassoon is a British patriot and poet. He was a soldier basically. So അദ്ദേഹത്തിൻ്റെ ഈ ഒരു പോയത്തെ അനലൈസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഏതോ ഒരു ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു മൊമെൻറ്റിൽ കുത്തിക്കുറിച്ച വരികളായിട്ട്, പ്രത്യേകിച്ച് അർത്ഥമോ അല്ലെങ്കിൽ ഒരു ഇൻറ്റൻഷനോ ഇല്ലാതെ, ആ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് 1919 ഈ ഒരു കവിത എഴുതിയിട്ടുള്ളത്. ദാറ്റ് മീൻസ് സൂൺ ആഫ്റ്റർ ദ വേൾഡ് വാർ, അപ്പോൾ ദാറ്റ് പോസ്റ്റ് വേൾഡ് വാറിൻ്റെ ആ തുടക്കത്തിൽ, ഓർ soon after the end of World War.
ആ ഒരു ടൈമിൽ എഴുതിയിട്ടുള്ള ഫസ്റ്റ് വേൾഡ് വാർ ആ ഒരു ടൈമിൽ എഴുതിയിട്ടുള്ള ഒരു കവിതയാണിത്. അപ്പോൾ അതിന് പെർട്ടിക്കുലറായിട്ടുള്ള ഇൻറ്റൻഷൻസ് ഒന്നും ഇല്ല എന്നുള്ള വായനകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എനിവേ ദിസ് പോയം ഇസ് പോപ്പുലർലി ആക്സെപ്റ്റഡ് ആസ് എൻ ആൻറ്റി വാർ പോയട്രി in which we can see that people or mainly he is a soldier, so he might be having that feeling of a soldier who enjoys or who celebrates or who holds that spirit of a soldier in the midst of a war. ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് ഒരു സോൾജിയറിൻ്റെ മാനസികാവസ്ഥയോ അല്ലെങ്കിൽ യുദ്ധം ജയിച്ച സമയത്ത് ഒരു സോൾജിയറിൻ്റെ മാനസികാവസ്ഥയോ ഒക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു പോയത്തെ കണക്കാക്കാനായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരെയും ഇവിടെ പെട്ടെന്ന് പാടുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം പലപ്പോഴും ഈ ഒരു സ്വാതന്ത്ര്യ സമര കാലഘട്ട ആ ഒരു ടൈമിലെ പോയട്രി എടുത്ത് നോക്കുകയാണെങ്കിൽ പോയട്രി വളരെ റിച്ചാണ്. എല്ലാ പോയത്തിലും വെദർ ഇറ്റ് ഈസ് രവീന്ദ്രനാഥ് ടാഗോർ ഓർ സരോജിനി നായിഡു അല്ലെങ്കിൽ നമ്മുടെ ഇവിടെയുള്ള കവികളിലാണെങ്കിൽ പോലും ആ ഒരു എല്ലാവരെയും ഇവോക്ക് ചെയ്യിക്കുന്ന എല്ലാവരെയും വളരെയധികം ആ ഒരു രാജ്യം നാഷണലിസം എന്ന് പറയുന്ന ഫീലിങ്ങിലേക്ക് കൊണ്ടുവരാനായിട്ടോ അല്ലെങ്കിൽ എല്ലാവരെയും ഉത്ബോധിപ്പിക്കാനോ ഒക്കെ ആയിട്ടുള്ളൊരു പ്രാർത്ഥന പോലെയോ ഒരു ശക്തിപ്പെടുത്തൽ ഒരു എംപവർമെൻറ്റ് കൊടുക്കുന്നതൊക്കെ ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെയും അങ്ങനെ ഒരു വായന നമുക്ക് കാണാനായിട്ട് പറ്റും. Everyone suddenly burst out singing. എല്ലാവരും പെട്ടെന്ന് പാടാൻ തുടങ്ങുകയാണ്. And I was filled with such delight as prison birds must find in freedom, winging wildly across the white orchards and dark green field, on and out of sight. So അവിടെ ആ ഒരു ഫസ്റ്റത്തെ ആ ഒരു സ്റ്റാൻസയിൽ നമുക്ക് കിട്ടുന്ന പിക്ചർ എന്ന് പറയുന്നത് ബേർഡ് എന്ന് പറയുന്നൊരു ഇമേജാണ് നമുക്ക് കിട്ടുന്നത്. വാട്ട് എവർ ഇറ്റ് ഈസ് കുറേ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. എനിവേ ഏതൊരു വായനക്കാരനും ആദ്യം കിട്ടുന്ന ഒരു പ്ലെയിൻ മീനിങ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ദ ഇമേജ് ഓഫ് എ ബേർഡ്. ആസ് പ്രിസൺ ബേർഡ്സ് എല്ലാവരും പാടുകയാണ്. എവറി വൺ സഡൻലി ബർസ്റ്റ് ഔട്ട് സിംഗിങ് ആൻഡ് ഐ വാസ് ഫിൽഡ് വിത്ത് സച്ച് ഡിലൈറ്റ് ആൻഡ് ഐ ആസ് എ പേട്രിയറ്റ് ദേശഭക്തി ഉൾക്കൊള്ളുന്ന ഒരു സൈനികനായിട്ടുള്ള ഞാൻ and I was filled with such delight. I was much happier as prisoned birds must find in freedom. നമ്മൾ സ്വാതന്ത്ര്യത്തെ എപ്പോഴും കമ്പയർ ചെയ്യുന്നത് ബേസിക്കലി ഒരു പക്ഷിയോടായിട്ടൊക്കെയാണ്, പക്ഷിയുടെ പറക്കലിനോട്. ആ ഫ്രീഡം എന്ന് പറയുമ്പോഴത്തേക്കും ചിറകുകളെ നമുക്ക് പലപ്പോഴും സിമ്പിളായിട്ട് കാണാനായിട്ട് സാധിക്കും. നമുക്കെല്ലാവർക്കും പരിചിതമായിട്ടുള്ള ആ ഒരു ഈരടികൾ ബന്ധുരകാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ. അപ്പോൾ ഇവിടെയൊക്കെ കൂട്ടിലകപ്പെട്ട പക്ഷിയെ എപ്പോഴും ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ അതിൻ്റെ ആ ഒരു വിശാലമായിട്ടുള്ള ആകാശത്ത് പറന്ന് നടക്കുന്നതിനെ സ്വാതന്ത്ര്യത്തിൻ്റെ ആ ഒരു കൊണോട്ടേറ്റീവ് ലെവൽ നമുക്ക് എവിടെയും കാണാനായിട്ട് സാധിക്കും. അതുതന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ആസ് പ്രിസൺ ബേർഡ്സ് മസ്റ്റ് ഫൈൻഡ് ഇൻ ഫ്രീഡം. പക്ഷികൾക്ക് ഇങ്ങനെ സ്വാതന്ത്ര്യം കിട്ടി ഇങ്ങനെ പറക്കുന്നത് പോലെ ആസ്. സോ ദാറ്റ് ഇസ് എ സിമിലി. ലൈക്ക് ഓർ ആസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിമിലിയാണ്. അപ്പോൾ അങ്ങനെ പ്രിസൻഡ് ആയിട്ടുള്ള ബേർഡ്, ബന്ധിക്കപ്പെട്ട ക്യാപ്റ്റിവേറ്റഡ് ആയിട്ടുള്ള ആ ഒരു ബേർഡിന് ഫ്രീഡം കിട്ടിയ പോലെ എല്ലാവരും പെട്ടെന്ന് പാടാൻ തുടങ്ങി എന്നാണ് കവി പറയുന്നത്. വിങ്ങിങ് വൈൽഡ്ലി അക്രോസ് ദ വൈറ്റ് ഓർച്ചാർഡ്സ് ആൻഡ് ഡാർക്ക് ഗ്രീൻ ഫീൽഡ്സ് ഓൺ ആൻഡ് ഔട്ട് ഓഫ് സൈറ്റ്. അങ്ങനെ അതിന് ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ വൈറ്റ് ഓർച്ചാർഡ്സ് ആസ് വെൽ ആസ് ഡാർക്ക് ഗ്രീൻ ഫീൽഡ്സ്, നല്ല പച്ചവിരിച്ച പാടത്തൂടെയൊക്കെ അതിങ്ങനെ പറന്ന് അകന്നു പോകുന്നത് പോലെ അത്രയും സ്വാതന്ത്ര്യത്തിൻ്റെ ആ ഒരു എക്സ്ട്രീമിറ്റിയിൽ അത് എൻജോയ് ചെയ്ത് നിൽക്കുന്ന വളരെ റിപ്ലനിഷായിട്ട് നിൽക്കുന്ന ആ ഒരു അവസ്ഥയാണ് ഇവിടെ കാണിക്കുന്നത്. Everyone's voice was suddenly lifted and beauty came like setting sun. It's a kind of we are not going much deeper into the poem. We just wanted to analyze the figure of speech, that is whether there is any simile or metaphor and all that. Still this line and beauty came like the setting sun. Okay, like വന്നപ്പോൾ അത് എന്തായി മാറി നമുക്ക് മനസ്സിലായി. അതൊരു സിമിലിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. കമ്പയർ ചെയ്യുകയാണ്, ബ്യൂട്ടിയെ സെറ്റിംഗ് സണ്ണായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അവിടെ അതിൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ പറയുന്നത് മേ ബി
മേ ബി ബ്യൂട്ടിയെ സെറ്റിങ്സ് എന്ന് പറയുമ്പോഴത്തേക്കും എപ്പോഴും അസ്തമന സൂര്യൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ അത്തരത്തിലൊരു വായന നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. സെറ്റിങ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു മൂഡി, വളരെ ഗ്ലൂമി ഓർ സംതിങ് ഈസ് മിസ്സിങ് അല്ലേ, അങ്ങനൊരു റീഡിങ്ങാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത്. സോ ബ്യൂട്ടി കെയിം ലൈക്ക് സെറ്റിങ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് മേ ബി നമ്മൾ ഒരുപാട് സന്തോഷിച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് കരഞ്ഞ ആ ഒരു സന്തോഷത്തിന് ആ ഒരു നിർവൃതിയിലായിരിക്കും കരയുന്നുണ്ടായിരിക്കുക. അപ്പോൾ അതാകാം എന്നൊരു റീഡിങ് വരുന്നുണ്ട്. ദാറ്റ് ഇലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു മൊമെൻറ്റിൽ ബെസ്റ്റ് ഔട്ട് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷനെ നമുക്കവിടെ കാണാം. മൈ ഹാർട്ട് വാസ് ഷേക്കൺ വിത്ത് ടിയേഴ്സ്, ഇറ്റ്സ് റിട്ടൺ ഹിയർ, മൈ ഹാർട്ട് വാസ് ഷേക്കൺ വിത്ത് ടിയേഴ്സ് ആൻഡ് ഹൊറർ ഡ്രിഫ്റ്റഡ് അവേ. സോ ദേ മേ ബി വെയിറ്റിംഗ് ഫോർ ദാറ്റ് പെർട്ടിക്കുലർ മൊമെൻറ്റ് ഓഫ് ഫ്രീഡം. അതങ്ങോട്ട് നമുക്കിങ്ങനെ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളെ കുറേ നാൾക്ക് ശേഷം പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് കണ്ണ് നിറയില്ലേ, അതുപോലെ തന്നെ ഇവിടെ ഒത്തിരി നാളായിട്ട് അതിനു വേണ്ടി ഫൈറ്റ് ചെയ്യുന്നൊരു സോൾജിയറാണ്. ദിസ് പോയം കംസ് ഫ്രം ദ മെൻറ്റാലിറ്റി ഓഫ് എ സോൾജിയർ. സോ ഹീസ് ഹാവിങ് ദാറ്റ് സോർട്ട് ഓഫ് ഫീലിംഗ്. പെട്ടെന്ന് അങ്ങോട്ട് ഒരു ഔട്ട് ബേസ്റ്റ് ഉണ്ടാവുകയാണ്, കരയുകയാണ്. അതാണ് ബ്യൂട്ടി കെയിം ലൈക്ക് സെറ്റിംഗ് സൺ. ആ ഹാപ്പിനെസ്സിലേക്ക് സന്തോഷക്കണ്ണീർ, ആനന്ദക്കണ്ണീർ വരുന്നതായിട്ട് അവിടെ കവി പറയുന്നുണ്ട്. സോ അതിനെ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു സിമിലിയാണ്. ബ്യൂട്ടി കെയിം ലൈക്ക് ദ സെറ്റിംഗ് സൺ. ഓ ബട്ട് എവ്രി വൺ വാസ് എ ബേർഡ്, എവ്രി വൺ വാസ് എ ബേർഡ്. എല്ലാവർക്കും ഈ ഫീലിംഗ് ആണ്. അവിടെ ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ളൊരു എലമെൻ്റ് അവിടെ വരുന്നുണ്ട് അല്ലേ. എവ്രി വൺ, എനിക്കോ മാത്രമല്ല, എനിക്കും നിനക്കും മാത്രമല്ല, എവ്രി വൺ വാസ് എ ബേർഡ്. എല്ലാവർക്കും ഈ ഫീലിംഗ് ആണുള്ളത്. എവ്രിബഡി ഫെൽറ്റ് ദാറ്റ് ദേ ആർ എ ഫ്രീ ബേർഡ്. ദേ എൻജോയ്ഡ് ഫ്രീഡം, ദേ എൻജോയ്ഡ് ദാറ്റ് ഹാപ്പിനെസ്. ആ ഒരു വേൾഡ് വാറിൻ്റെ ആ ഒരു പത്തറ്റിക് ആയിട്ടുള്ള ടോർച്ചേർഡ് ആയിട്ടുള്ള സിറ്റുവേഷനൊക്കെ മാറി എല്ലാവരും ഹാപ്പി ആയിട്ട് മാറുന്ന ആ ഒരു മൊമെൻറ്റിൽ എവറി വൺ ഫെൽറ്റ് ദാറ്റ് ദേ ആർ എ ബേർഡ് വിച്ച് കുഡ് ഫ്ലൈ ടു ദാറ്റ് ലിമിറ്റ്ലെസ്, എൻഡ്ലെസ്, ബൗണ്ട്ലെസ് വേൾഡ് ഓഫ് ഫ്രീഡം. ആൻഡ് ദ സോങ് വാസ് വേർഡ്ലെസ്, ദ സിംഗിങ് വിൽ നെവർ ബി ഡൺ. നമ്മൾ ചിലപ്പോൾ പറയില്ല, എക്സ്പ്രസ് ചെയ്യാൻ പറ്റാണ്ടാകുമ്പോൾ നമ്മൾ നിശബ്ദമായി പോകുന്നത് പോലെ, പിന്നീട് അവിടെ പെട്ടെന്ന് പാടാൻ തുടങ്ങി പ്രിസൺ ബേർഡ്സിനെ പോലെ. ആ ഒരു പെട്ടെന്നൊരു സന്തോഷം, ഇതൊക്കെ എൻഡ് ചെയ്തതിൻ്റെ ആ ഡിപ്രഷൻ മൂഡൊക്കെ പോയതിൻ്റെ ഒരു സന്തോഷത്തിൽ അങ്ങോട്ട് ഒച്ചയെടുത്തു. പിന്നെ അവിടെ നിന്ന് പെട്ടെന്ന് റിയലൈസ് ചെയ്യുകയാണ്, ഓക്കെ വി ഹാഡ് ഡൺ ഇറ്റ് എന്നൊരു ഫീലിങ്ങിൽ അവർ ബേസ്റ്റ് ഔട്ട് ചെയ്തു. പിന്നൊന്നും എക്സ്പ്രസ് ചെയ്യാനില്ല, എവറിത്തിങ് ബിക്കെയിം വേർഡ്ലെസ് എന്ന് പറയുകയാണ്. സോ ഇവിടെ എവ്രി വൺ വാസ് എ ബേർഡ് എന്ന് പറയുമ്പോൾ എവ്രി വൺ നേരത്തെ ആസ് പ്രിസൺ ബേർഡ്സ് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയതെങ്കിൽ സെക്കൻഡ് സ്റ്റാൻസയിൽ പറയുകയാണ് എവ്രി വൺ വാസ് എ ബേർഡ്. എല്ലാവരും പക്ഷികളാണ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് എ മെറ്റഫർ. അപ്പോൾ മക്കളെ, നമുക്കിവിടെ നിന്ന് മെയിനായിട്ട് ലഭിക്കുന്നത് 2-3 സിമിലീസ് കിട്ടുന്നുണ്ട്. ആസ് പ്രിസൺ ബേർഡ്സ് ഓർ ബ്യൂട്ടി കെയിം ലൈക്ക് ദ സെറ്റിംഗ് സൺ ആൻഡ് എവ്രി വൺ വാസ് എ ബേർഡ്. ഇറ്റ്സ് എ മെറ്റഫർ ആൻഡ് വി ക്യാൻ സേ ദാറ്റ് ബേർഡ് ഇസ് എ സിമ്പിൾ ഓഫ് ഫ്രീഡം. ഇപ്പോൾ പക്ഷി എന്ന് പറയുന്നതിനെ ഫ്രീഡത്തിൻ്റെ ഒരു സിമ്പിളായിട്ട് നമുക്കവിടെ കണക്കാക്കാം. ആ ഒരു കാര്യം കൂടെ ഒന്ന് നോട്ട് ചെയ്യണം കേട്ടോ. ഒരു പോയം എടുക്കുമ്പോൾ അതിനെ വരികളിലൂടെയും വരികൾക്കിടയിലൂടെയും അതിനെ ഒരു മൈക്രോ ലെവലിലൂടെ പോയി കഴിഞ്ഞതിന് ശേഷം മാക്രോ ലെവലിലും കൂടെ നമ്മളൊന്ന് അനലൈസ് ചെയ്യണം കംപ്ലീറ്റ്ലി ത്രൂ ഔട്ട് ദാറ്റ് പോയം. നമ്മൾ ഓക്ക് ട്രീ, ആ ഒരു ഓക്ക് എന്നുള്ള ആ ഒരു പോയം കണ്ട പോലെ തന്നെ ദാറ്റ് ഹോൾ പോയം ഇസ് എ മെറ്റഫർ. ആ ഒരു പോയം കംപ്ലീറ്റ്ലി ഒരു മെറ്റഫറാണ്. അതിൽ തന്നെയും മെറ്റഫറും സിമിലീസും ഒക്കെ അതിൻ്റെ ഉള്ളിലും ഉണ്ട്. അപ്പോൾ 2 തരത്തിൽ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്സിൽ നമ്മൾ വായിക്കുന്ന ലിറ്ററേച്ചറിനെ ഒക്കെ നമ്മൾ കാണാൻ പോവുകയാണ്. അതിൻ്റെ തുടക്കം മാത്രമാണ് ദിസ് പേപ്പർ കാൾഡ് ആസ് ഇൻട്രൊഡ്യൂസിങ് ലിറ്ററേച്ചർ. The second poem that we have to analyze was Langston Hughes, As I Grew Older. As I Grew Older എന്നുള്ള ലാങ്സ്റ്റൺ ഹ്യൂസിൻ്റെ ഒരു പോയമാണ് നമുക്കൊന്ന് നോക്കാനുണ്ടായിരുന്നത്. It was a long time ago, I have almost forgotten my dream, but it was there then in front of me, bright like a sun, my dream. And then the wall rose slowly between me and my dream. Rose until it touched the sky, the wall. Shadow. I am black. I lie down in the shadow. No longer the light of my dream before me, above me. Only the thick wall, only the shadow. My hands, my dark hands, break through the wall, find my dream. Help me to shatter this darkness.
to smash this night, to break this shadow into 1,000 lights of sun, into 1,000 whirling dreams of sun. ഈ കവിതയിൽ നമ്മൾ ജസ്റ്റ് ഒന്നൊരു പ്ലെയിൻ റീഡിങ് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൽ ചില 1-2 കീവേഡ്സ് മാത്രം നോക്കിയാൽ നമുക്കറിയാം who this poet is, what is his condition and all that. Langston Hughes is an African-American poet. So African-American. I hope even in this present era you don't need much interpretation to introduce what will be the plight of an African-American, or what will be the plight of a black in America, black in a white society. അതുതന്നെയാണ് ഈ കവിതയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഏറ്റവും ഒരു ത്രെഡ് ഓർ ഒരു സിംഗിൾ ലൈൻ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുകയാണെങ്കിൽ അത് പത്തറ്റിക് ഓർ ദ ഡിസ്ക്രിമിനേഷൻ ഓർ ദ ഓപ്രഷൻ ഓഫ് ബ്ലാക്സ്. അതാണ് ഈ കവിതയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഐഡിയ എന്ന് പറയുന്നത്. അതിനെ എത്ര മനോഹരമായിട്ട് ആണ് നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതിലാണ് നമുക്ക് ഈ ഫിഗേഴ്സ് ഓഫ് സ്പീച്ചിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. It was a long time ago, I have almost forgotten my dream, but it was there then in front of me, bright like a sun. Bright like a sun. So we can say that as a simile. Yes. My dream. So he had left that dream. Okay. ചിലപ്പോൾ നമ്മൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോഴൊക്കെ ചില സ്വപ്നങ്ങളൊക്കെ കാണും, ചില മണ്ടൻ സ്വപ്നങ്ങളൊക്കെ കാണും. ഇന്നതൊക്കെ ചെയ്യാൻ പറ്റും. മേ ബി വല്ല സൂപ്പർ ഹീറോ മൂവിയോ എന്തെങ്കിലും കണ്ടിട്ട്, വല്ല കാർട്ടൂണൊക്കെ കണ്ടിട്ട് ഓക്കെ ഇതുപോലെ എനിക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റും, അങ്ങനെ കുറേ ഡ്രീംസൊക്കെ ഉണ്ടാവും. ഞാൻ ആകാശത്തൂടെ പ്ലെയിൻ പറത്തും, അങ്ങനെ കുറേ ഡ്രീംസൊക്കെ കാണും. ചിലപ്പോൾ ചിലർ ആ ഡ്രീം കുറച്ച് കഴിയുമ്പോൾ വിട്ട് കളയും, ചിലരപ്പോഴും വിടില്ല. നമ്മൾ വേറെ സിനിമയിലൊരു പല്ലവിയെ കണ്ട പോലെ അല്ലേ, ചെറുപ്പത്തിലെ ചില ആളുകൾക്കുള്ള സ്വപ്നങ്ങൾ they will take that with them, they will take it along with them and it will define themselves. അവരെന്താണെന്നുള്ളതിനെ ആ ഡ്രീമായിരിക്കും ചിലപ്പോൾ ഡിഫൈൻ ചെയ്യുന്നുണ്ടായിരിക്കുക. ചിലപ്പോൾ ആ ഡ്രീമായിട്ട് നിന്നെന്ന് വരാം. ആൽക്കമിസ്റ്റിലെ ചില്ലുപാത്ര കടക്കാരൻ്റെ ഡ്രീം പോലെ അതിങ്ങനെ അവിടെ ഇങ്ങനെ ഒരു ഡ്രീമായിട്ട് നിന്നു എന്ന് വരാം. Whatever it is, here he had forgotten this dream for a long time because he know that it's not a kind of reality, it's just a dream. But the dream, after a long time, it stood in front of him just like a sun, bright like a sun. ഒരു സൂര്യനെ പോലെ കത്തി ജ്വലിച്ചിങ്ങനെ നിൽക്കുകയാണ് എൻ്റെ സ്വപ്നം. അത്രയും തീവ്രമായിട്ടാണ് എൻ്റെ സ്വപ്നം നിൽക്കുന്നത്. And this dream, it's just like, it's bright like a sun, my dream. And then the wall rose slowly. So there came a wall that created a sort of eclipse. സൂര്യനെ, ഈ പ്രകാശമായിട്ട് നിൽക്കുന്ന ഈ സൂര്യനെ എന്നെയും മറച്ചുകൊണ്ട് നടുവിലായിട്ട് ഇരുട്ട് പരത്തിക്കൊണ്ട്, അന്ധകാരം പരത്തിക്കൊണ്ടൊരു വോൾ അവിടെ ഇങ്ങനെ ഉയർന്നു വരികയാണ്. And then the wall rose slowly between me and my dream. വോൾ ഇങ്ങനെ ഉയർന്നു വരിക. വോൾ ഉയർന്നു വരിക എന്ന് പറയുമ്പോൾ അവിടെ വോളിനെ ഉയർന്നു വരിക എന്നുള്ള ഒരു കാര്യമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ we can interpret it as a kind of personification. ഉയർന്നു വരിക, വളർന്നു വരിക. We can take that as an interpretation, as a reading, or can consider it as an example of personification. Rose until it touched the sky. ഈ വലിയ മതിൽ എന്ത് ചെയ്തു, അത് ആകാശം മുട്ടെ വളർന്നു. കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്ന് പറയുന്നൊരു മൂവിയിൽ നമ്മുടെ കാളിദാസ് എന്ന് പറയുന്ന ആ ഒരു നടൻ, ജയറാമിൻ്റെ മകൻ, അതിൽ ആമയെ കണ്ടൊരു കഥ പറയുന്നുണ്ട്. എന്ന് വരുമ്പോൾ ഒരു ആമയെ കണ്ടു, എത്ര ഉണ്ടായിരുന്നു, ഭയങ്കര വലിയൊരു ആമയായിരുന്നു. അപ്പോൾ അച്ഛൻ വീണ്ടും ചോദിക്കുന്നുണ്ട്, സത്യം പറയടാ എത്രയുണ്ട്? അപ്പോൾ ആമയുടെ വലിപ്പം ഒന്നുകൂടെ കുറഞ്ഞു, കൈ ഇങ്ങനെ വിരിച്ച് പിടിച്ചേക്കണം, അത്രയും വലിയ ആമനെ അവൻ കണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ ഒന്ന് കുറച്ചുണ്ട്, ഇത്ര ഉള്ള. സത്യം പറച്ചു എത്രയുണ്ട്? ഒന്നുകൂടെ കുഞ്ഞായി, പിന്നെ എത്രയുണ്ട്? പിന്നെ അവസാനം 2 വിരലുകൾക്കിടയിൽ ചെറിയൊരു ഭാഗമായിട്ട് ആ ആമ മാറി, അത്രേ ഉള്ളൂ. കുഞ്ഞാമനെയാണ് കണ്ടത്. പക്ഷെ അവൻ അതെന്ത് ചെയ്തു,
വലിയൊരു സംഭവത്തെ കണ്ട പോലെ പറഞ്ഞു. നമ്മളും ചിലപ്പോൾ ഇതുപോലുള്ള വീരകഥകളൊക്കെ പറയും. ലൈഫിൽ നമ്മൾ ഒത്തിരി ഹൈപ്പർബോൾസ് യൂസ് ചെയ്യാറുണ്ട് അല്ലേ? എന്ന് പറയുന്ന പോലെ ഇവിടെ the poet has just a kind of hyperbole. He says that the wall, it rose until it touched the sky. മാനം മുട്ടയുള്ളൊരു വോളാണ് ഉയർന്നു പൊന്തിയത് എന്ന് പറയുകയാണ്. That is a hyperbole. Shadow. I am black. I am black. It can be considered as a metaphor. കാരണം അവിടെ ബ്ലാക്കാന്ന് പറയുമ്പോഴത്തേക്കും നിറം എന്നതിലുപരി ഒരുപാട് തലങ്ങൾ ആ നിറത്തിന് വരുന്നുണ്ട്. ബ്ലാക്ക്, വി ആർ ലോൺലി, വി ആർ ഏലിയനേറ്റഡ്, വി ആർ ഒപ്രസ്ഡ്, വി ആർ ആഫ്രിക്കൻസ് എന്നൊക്കെയുള്ള ഒത്തിരി റീഡിങ് അവിടെ വരുന്നുണ്ട്. സോ ഐ ആം ബ്ലാക്ക് ക്യാൻ ബി കൺസിഡർഡ് ആസ് എ മെറ്റഫർ. ഐ ലൈ ഡൗൺ ഇൻ ദ ഷാഡോ. സോ ഷാഡോ എന്ന് പറയുന്നതിന് നമുക്കൊരു സിമ്പിളായിട്ട് കൺസിഡർ ചെയ്യാം. ഷാഡോ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ ഫീലിങ്സാണ് ഷാഡോ എന്ന് പറയുമ്പോൾ? പല റീഡിങ്ങിലും ഇപ്പോൾ ഒരു നിഴൽ വന്ന് പതിച്ചു, അവർക്കിടയിൽ ഒരു നിഴലായി വന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും കൈൻഡ് ഓഫ് ത്രെറ്റ്. ഇറ്റ് ഈസ് എ സിമ്പിൾ ഓഫ് ത്രെറ്റ്. ഇറ്റ് ക്യാൻ ബി കൺസിഡർഡ് ആസ് എ സിമ്പിൾ ഓഫ് ത്രെറ്റ്, ഒപ്രഷൻ, എനിമിറ്റി, ഹെയ്റ്റ്രഡ്. നിഴലിന് അങ്ങനെ കുറേ നെഗറ്റീവായിട്ടുള്ളൊരു ഇൻ്റർപ്രിട്ടേഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഷാഡോ ക്യാൻ ബി കൺസിഡർഡ് ആസ് എ സിമ്പിൾ. നോ ലോങ്ങർ ദ ലൈറ്റ് ഓഫ് മൈ ഡ്രീം ബിഫോർ മീ, above me only the thick wall, only the shadow. My hands, my dark hands break through the wall. Again, ഈ wall എന്ന് പറയുന്നതിനെ പെർസോണിഫിക്കേഷനായിട്ട് നമ്മൾ നേരത്തെ കണ്ടു. ഇവിടെ ബ്രേക്ക് ത്രൂ ദ വാൾ എന്ന് പറയുമ്പോൾ വാൾ ഇസ് എ കൈൻഡ് ഓഫ് സിമ്പിൾ ഓർ വാട്ട് ക്യാൻ ബി കൺസിഡർഡ് ആസ് എ മെറ്റഫർ. നിനക്കും എനിക്കും ഇടയിൽ ഒരു വലിയ മതിൽ ഉയർന്നു എന്ന് പറയുമ്പോൾ ആ മതിൽ എന്നുള്ളതിനെ ഒരുപാട് ലിറ്റററി വർക്ക്സിൽ അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരുപാട് ഡിസ്കോഴ്സിൽ കൺസിഡർ ചെയ്യുന്നത് എന്തായിട്ടാണ്? എന്തോ ഒരു തടസ്സം അല്ലേ? എനിക്കും നിനക്കും ഇടയിലുള്ള എന്തോ ഒരു വിടവായിട്ട്, എന്തോ ഒരു അകൽച്ചയായിട്ടൊക്കെ വാളിനെ കൺസിഡർ ചെയ്യാറുണ്ട്. ഹിയർ when he says that he is black and there is a wall between me and my dream, this wall can be considered as a wall of racism or a wall of oppression or a wall of hatred. Find my dream. Help me to shatter this darkness. So he is calling others. He is calling his beloved fellow friends. Help me to shatter this darkness. ഈ ഇരുട്ടിനെ, ഈ അന്ധകാരത്തെ, അവിടെ വാൾ എന്നുള്ളത് മാറി പിന്നെ അതിനൊരു ഡാർക്ക്നെസ് ആക്കി മാറ്റി അല്ലേ? നിഴലാണ്, വാളാണ്, ഡാർക്ക്നെസ്സാണ് എല്ലാം. ഇവർക്കിടയിൽ നിൽക്കുന്ന ഈ ഒരു ഒപ്രഷൻ്റെ, ആ വർണ്ണവിവേചനത്തിൻ്റെ, റേസിസത്തിൻ്റെ ഒരു വലിയ മതിൽ, വലിയ അന്ധകാരമായിട്ട് അവരെ കമ്പയർ ചെയ്തിരിക്കുകയാണ്. ഡാർക്ക്നെസ്സാണ് ഡാർക്ക്നെസ്സാണ്, വോളാണ്, അതുപോലെ തന്നെ ഷാഡോ ആണ്. സോ ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് മെറ്റഫർ. Help me to shatter this darkness, to smash this night, to break this shadow into 1,000 lights of sun, into 1,000 whirling dreams of sun. Into 1,000 lights of sun. സൂര്യൻ്റെ 1000 കിരണങ്ങളാക്കി, സൂര്യൻ്റെ 1000 രശ്മികളാക്കി തീർക്കാൻ, ഈ ഒരു വൻ മതിൽ തകർക്കാൻ ഹെൽപ്പ് മീ. സൂര്യൻ്റെ 1000 രശ്മികളാക്കി മാറ്റാൻ അല്ലെങ്കിൽ അതിലേക്ക് തകർക്കാനായിട്ട് എൻ്റെ ഈ കറുത്ത കൈകൾ കൊണ്ട് ഞാൻ ശ്രമിക്കും എന്ന് പറയുമ്പോൾ അവിടെ ഒരു എംപവർമെൻറ്റ് വരുന്നുണ്ട്. ആൻഡ് സൂര്യൻ്റെ 1000 രശ്മികളൊക്കെ ആക്കി നമുക്ക് ഈ ഡ്രീം തീർക്കാന്ന് മാറ്റുക എന്ന് പറയുമ്പോഴത്തേക്കും it is not a kind of quite easy task. So it can be considered as a hyperbole. Into 1,000 lights of sun, into 1,000 whirling dreams of sun can be considered as an example of hyperbole. ഇപ്പോൾ ഒത്തിരി വായനകൾ നമുക്ക് ഈ ഒരു പോയത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ലാങ്സ്റ്റൺ ഹ്യൂസിൻ്റെ ഈ ഒരു കവിതയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതിനാദ്യം നമുക്ക് ഒരു പ്ലെയിൻ റീഡിങ്ങിൽ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദിസ് ഇസ് എ കൈൻഡ് ഓഫ് എക്സ്പ്രഷൻ ഓഫ് ആൻ ഒപ്രസ്ഡ് മൈൻഡ് ഓർ എ സപ്രസ്ഡ് മൈൻഡ് ഓഫ് എ ബ്ലാക്ക്. And this is a kind of an intellectual, artistic, social attack or
oppression or an empowerment against the white society who discriminate these Africans because of their color. ആ ഒരു ഹാർലം റിനൈസൻസ് 1920 നടന്നിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള കൾച്ചറൽ ആയിട്ടുള്ള മൂവ്മെൻറ്റ്, ഹാർലം മാൻഹാറ്റൻ ന്യൂയോർക്കിൽ നടന്നിട്ടുള്ള ആ ഒരു ഫസ്റ്റ് ന്യൂ നീഗ്രോ മൂവ്മെൻറ്റ് എന്നറിയപ്പെട്ടിരുന്ന ഹാർലം റിനൈസൻസ്, ആ ഒരു മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടൊക്കെ അതിൻ്റെ പയനിയേഴ്സായിട്ടൊക്കെ നമുക്ക് ലാങ്സ്റ്റൺ ഹ്യൂസിൻ്റെ ഈ ഒരു കവിത കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ അദ്ദേഹത്തെ കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും. സോ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫീലിങ്സിനെ എക്സ്പ്രസ് ചെയ്തിരിക്കുന്ന മെയിനായിട്ടുള്ള ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് നമുക്ക് ഒന്നുകൂടെ ചെക്ക് ചെയ്യാം. Bright like a sun, it is an example of simile. And this wall, it rose between me and my dream. It can be considered as a kind of personification. And this shadow or blackness or darkness or wall, everything can be considered as a metaphor as well as a symbol. Again, break through the wall. This wall is a symbol of racism, symbol of oppression that they are experiencing in that society. Into 1,000 lights of sun, into 1,000 warring dreams of sun. Those are the examples of hyperbole. അപ്പോൾ ഹൈപ്പർബോൾ വരുന്നുണ്ട്, മെറ്റഫർ വരുന്നുണ്ട്, സിമിലി വരുന്നുണ്ട്, അതുപോലെ തന്നെ സിമ്പിളും വരുന്നുണ്ട്. ഇങ്ങനെ ഡിഫറെൻറ്റ് രീതിയിലാണ് നമുക്ക് ഒരു പോയത്തെ നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കേണ്ടത്. ഒരു കവിത കിട്ടിക്കഴിയുമ്പോൾ അതിനെ പല തരത്തിൽ നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കണം. സോ കൺസിഡറിങ് പോയട്രി, even while analyzing the ancient times, we know that poetry was passed on to the next generation through orally. ഓറലായിട്ടുള്ള ഒരു ട്രഡീഷനാണ് നമ്മൾ ഈ പറയുന്ന പോയട്രി ആയിക്കോട്ടെ, ഓർ ഈവൻ ദ എമർജൻസ് ഓഫ് ഡ്രാമ, വി കുഡ് സീ ഇറ്റ് ഇൻ ദ ഫോം ഓഫ് ഓറൽ ഹിംസ് ആൻഡ് പാനജറിക്സ് ആൻഡ് ഓൾ ദാറ്റ്. വാമൊഴിയായിട്ടാണ് നമുക്ക് ഈ പറയുന്ന കവിതകളും പല കഥകളും ഒക്കെ, അല്ലെങ്കിൽ സ്പീച്ച് തന്നെ, റൈറ്റിങ്ങിനേക്കാളും മുമ്പ് തന്നെ ഈ പറയുന്ന കഥകളും എപ്പിക്കുകളും ഒക്കെ വന്നിട്ടുള്ളത് വാമൊഴിയായിട്ടാണ്. പിന്നീടാണ് അവ വേർഡ്സിൻ്റെ രൂപം സ്വീകരിക്കുകയും ഡോക്യുമെൻ്റ് ചെയ്ത് വെച്ച് പിന്നെ റിട്ടേൺ ആയിട്ടുള്ള ഫോമിലേക്കായിട്ട് മാറ്റുകയൊക്കെ ചെയ്തിട്ടുള്ളത്. സോ ബേസിക്കലി ഈ പറയുന്ന പോയട്രി, അതിൻ്റെ ആ ഒരു ആസ്വാദനം, അതിൻ്റെ ആ ഒരു എസ്തെറ്റിക് ലെവൽ കംപ്ലീറ്റ് ആവണമെങ്കിൽ it should be sung in a proper way. സോ പോയട്രിയെ ആ ഒരു അതിൻ്റെ തലത്തിലേക്ക് കൊണ്ടുവരുന്നത് അതിൻ്റെ ഈണം കൂടി ചേർന്ന് വരുമ്പോഴാണ്. ഇറ്റ് ഹാസ് ഗോട്ട് എ കൈൻഡ് ഓഫ് റിതം ഓർ എ പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് റൈമിങ് ഇൻ ഇറ്റ്, മ്യൂസിക് ഇൻ ഇറ്റ്, അല്ലേ? ആ മ്യൂസിക്കാണ് ആ ഒരു കവിതയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള അതിൻ്റെ കോർ, അതിൻ്റെ കേണൽ എന്ന് പറയുന്നത്. അതിന് അർത്ഥങ്ങളുണ്ട് ഡെഫിനറ്റ്ലി. ഇപ്പോൾ നമ്മളൊരു സിനിമാ ഗാനം കേൾക്കുകയാണെങ്കിൽ പോലും അതിൻ്റെ ലിറിക്സ് നമുക്ക് തരുന്ന ഒരു ബേസിക് ആയിട്ടുള്ളൊരു തലം, ഒരു അണ്ടർ ടോൺ ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു ഫിലിം സോങ് കേൾക്കുകയാണെങ്കിൽ അതിൻ്റെ ലിറിക്സ് അതിനെ വളരെയധികം ഈ പറയുന്ന പോലെ എൻറിച്ച് ചെയ്യുന്ന ഒരു മീനിങ് നമുക്ക് തരും. അതോടൊപ്പം തന്നെ ഈവൻ നമ്മൾ ആ ഒരു സോങ്ങിൻ്റെ ആ ലിറിക്സ് മറന്നു പോയാലും അതിൻ്റെ ഈണം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ തങ്ങി നിൽക്കുന്നുണ്ടായിരിക്കും. So there is a music in poetry. Music is an essential part of poetry, no doubt in it. Even there is a music in our own speech. അല്ലേ? നമ്മൾ ഓരോ നാട്ടിലാണെങ്കിലും ഓരോ ഭാഷ സംസാരിക്കുമ്പോൾ ആ ഭാഷയ്ക്കൊരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഋതം ഉണ്ടായിരിക്കും. ഇംഗ്ലീഷിൻ്റേതായിട്ടുള്ളൊരു ഋതമുണ്ട്, മലയാളത്തിൻ്റേതായിട്ടുള്ള ഋതമുണ്ട്. ഈവൺ ഇൻ മലയാളം ഇറ്റ് സെൽഫ് വി നോ ദാറ്റ് വി ഹാവ് ഡിഫറെൻറ്റ് സോർട്സ് ഓഫ് മലയാളം ഇൻ കേരള. വി കോൾ ഇറ്റ് ആസ് ഡയലക്ട്സ്, റീജിയണൽ വേരിയേഷൻ ഓഫ് എ ലാംഗ്വേജ്. എല്ലാവരും സംസാരിക്കുന്നത് ഒരു മലയാളമല്ല. തൃശ്ശൂർക്കാർക്കിടയിലുള്ള മലയാളം ആവില്ല ഒരു കോട്ടയം ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ കേൾക്കുന്ന മലയാളം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു മലപ്പുറം, അല്ലെങ്കിൽ ഒരു കണ്ണൂർ, കൊച്ചി, തിരുവനന്തപുരം, പല സ്ഥലങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് സോർട്സ് ഓഫ് വി ക്യാൻ ഹിയർ വെറൈറ്റീസ് ഓഫ് മലയാളം. അപ്പോൾ ഈ മലയാള ഭാഷ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഏതൊരു ഭാഷ സംസാരിക്കുമ്പോഴാണെങ്കിലും ഒരു കാര്യം പറയുമ്പോഴാണെങ്കിലും ഒരു ഈണം, ഒരു താളം ഉണ്ടായിരിക്കും അതിന്. ദർ ഇസ് എ റിതം ഇൻ ഇറ്റ്. എന്തുട്ടാടി എന്ന് ചോദിക്കുമ്പോൾ അതിനൊരു റിതമുണ്ട്, ഒരു മ്യൂസിക് ഉണ്ട്, അല്ലേ? ഞാൻ പോവാണ് എന്ന് പറയുമ്പോൾ അതിനൊരു മ്യൂസിക് ഉണ്ട്. സോ എവറിത്തിങ് ഹാസ് ഗോട്ട് എ കൈൻഡ് ഓഫ് മ്യൂസിക് ഓർ എ റിതം ഇൻ ഇറ്റ്, ആസ് വെൽ ആസ് ഇൻ ഇംഗ്ലീഷ് ഓൾസോ. ഇംഗ്ലീഷിനും ഇംഗ്ലീഷിൻ്റേതായിട്ടുള്ള ഭാഷയുടേതായിട്ടുള്ള ചില പ്രത്യേകതകളുണ്ട്. നമ്മളത് ഡീറ്റെയിൽഡായിട്ട് തന്നെ നമ്മുടെ ട്രാൻസാക്ഷൻ പേപ്പറിൽ കാണുമെങ്കിലും we can begin with the poetry session, and
we can go on with a particular feature of English poetry dealing with its rhythm. അപ്പോൾ ഒരു കവിതയെ കവിതയാക്കി മാറ്റുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെൻറ്റിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. ബട്ട് ഇന്ന് വേണ്ട, നമുക്ക് നെക്സ്റ്റ് ക്ലാസ് ഓൺവേർഡ്സ് വി ക്യാൻ ബിഗിൻ that very important essential aspect of poetry. Before winding up, let me ask you a very simple question, or let me give you a very simple task. ഞാൻ കുറച്ച് വാക്കുകൾ ഇവിടെ റാൻഡം ആയിട്ട് പറയാം. ആ വാക്കുകളുടെയൊക്കെ പ്രത്യേകത എന്താണെന്ന് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ പറഞ്ഞു തരണം. ഓർ വാട്ട് യു ഡൂയിങ് ഇസ് ജസ്റ്റ് വാട്ട്സപ്പ് മീ what do you know about the speciality with these words and all that. Okay, ഇതാണ് ആ വാക്കുകൾ. സൺ, സൺഡേ, വിൻഡ്, റെയിൻ, സാൻഡ്, ക്ലാസ്, below, behind, summer, examination, imagination, radio, meter, I, you. കുറച്ച് വാക്കുകൾ ഇവിടെ നമ്മൾ കാണുന്നുണ്ട്. ഈ വാക്കുകളുടെയൊക്കെ പ്രത്യേകത എന്താണെന്ന് വന്ന് പറയണം. ഈ വാക്കുകളുടെ അർത്ഥങ്ങൾ തമ്മിൽ പ്രത്യേകതകളൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഋതത്തിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? വി ഹാവ് ടു ഡീൽ വിത്ത് ഋതം ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. സോ ഇറ്റ് ഹാസ് ഗോട്ട് സം കണക്ഷൻ വിത്ത് ദാറ്റ് പാർട്ട്. അപ്പോൾ അങ്ങനെ ഋതമിക്കലായിട്ട് എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ, ഈ വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്തിട്ട് യു ഹാവ് ടു റിപ്ലൈ മീ. സോ all of you take care, be safe, hoping to meet you soon in the next class. Till then, all of you take care, bye, have a good day.